ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ആരും ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ. പ്ലീസ് 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 ഒരു ലൈക്ക് കയറണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിലെ എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നലെ നമ്മുടെ ചെടിയൊക്കെ മാറ്റിയ വ്ളോഗൊക്കെ കണ്ടു കാണുമല്ലോ നിങ്ങൾ. അപ്പം അത് മണ്ണൊക്കെ വീണ് മുറ്റം കുളമായിട്ട് കിടക്കുക. നമ്മുടെ അടുക്കളയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ രാവിലെ ചേട്ടായിക്കുള്ള കട്ടൻ, പിന്നെ നമുക്ക് രാവിലെ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറിയാണ്. അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നു. അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നീലൂട്ടനുള്ള പാല്, എനിക്കുള്ള ചായക്കുള്ള പാലും ഒക്കെ ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടനൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഇടണം, പാല് കാച്ചണം. നീലൂട്ടനും ചേട്ടായി എഴുന്നേറ്റില്ല. അപ്പോൾ ഈ ഒരു ഉറുമ്പ് വന്നിരിപ്പുണ്ട് കേട്ടോ. പഞ്ചസാര കിട്ടുമെങ്കിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ വന്നിരിക്കുവാണ്. ചേട്ടായിയുടെ കട്ടനൊക്കെ ആയി. രണ്ടുപേരും എണീറ്റിട്ടില്ല. ഇന്ന് രാവിലെ അമ്മ വരും കേട്ടോ. അമ്മ അവിടെ നിന്ന് ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 5:30 ട്രിവാൻഡ്രത്തോട്ടൊരു ബസ്സുണ്ട്. അപ്പോൾ അതിന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ മുട്ടക്കറി വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ നമ്മളെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയാലും ഡെയിലി വ്ളോഗ്സ് ആയാലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയാലും നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയാലും നമ്മൾ ഈ വീട്ടിലായിരിക്കത്തില്ല, വേറെ വീട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീടിനെ മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മിസ്സൊക്കെ ചെയ്യും, ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സാഹചര്യത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നോ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. അല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ വേറെ വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1-ാം തീയതി മുതൽ നമ്മൾ അവിടെ ആയിരിക്കും കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ മാറ്റിയും പാക്ക് ചെയ്യുകയും ഒക്കെ തിരക്കിലാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഇന്നിതാ അമ്മ വരുന്നത് തന്നെ ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നലെ നമ്മുടെ ചെടികളെല്ലാം, നമ്മുടെ ഡ്രമ്മിലിരിക്കുന്ന ചെടികളെല്ലാം പിഴുതെടുത്ത് കവറിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ അതെടുക്കാനായിട്ടാണ് അമ്മ വരുന്നത്. നാളെ നമ്മുടെ ചെടികളെല്ലാം നമ്മുടെ അടൂർ വീട്ടിൽ കുഴിച്ച് വയ്ക്കും. അപ്പം ഇനി നമുക്ക് അടൂർ വീട്ടിലൊക്കെ പോകുമ്പം ഞാൻ നമ്മുടെ ചെടിയുടെയും കൂടെ വ്ളോഗൊക്കെ എടുക്കാം കേട്ടോ. കിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒന്നും നശിച്ചു പോവാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്, എത്രയും കഷ്ടപ്പെട്ടിട്ടേ. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. പിന്നെ ഞാൻ രാവിലത്തേനുള്ള പുട്ടിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അരിപ്പൊടി കുഴച്ചത് കുറച്ചിരിപ്പുണ്ട്. പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം അരിച്ചിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഏത് മാവാണെങ്കിലും അരിച്ചിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ. അത് റേഷൻ മാവാണെങ്കിലും ശരി, വേറെ നമ്മൾ വാങ്ങിക്കുന്ന മാവാണെങ്കിലും ശരി, അരിച്ചിട്ടേ എടുക്കത്തുള്ളൂ. ചിലപ്പം പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ചെള്ളോ പുഴുവോ പ്രാണികളോ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ ഒന്നുമില്ലായിരുന്നു കേട്ടോ, ഒരു ഇതും ഇല്ലായിരുന്നു. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് അരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതാണ്. നമ്മുടെ ലാസ്റ്റ് വ്ളോഗാണ് ഈ വീട്ടിലെ. ഇപ്പം എൻ്റെ ഈ അടുക്കള ഞാനാക്കിയ അടുക്കള എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ സ്വന്തമായിരുന്നു കൈകാര്യം ചെയ്യുന്നതിൽ. എൻ്റെ ഫ്രീഡം തന്നൊരടുക്കള എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ പറയുക, ഭയങ്കര സ്വർഗമായിരുന്നു എനിക്ക് ഈ അടുക്കള. ശരിക്കും മിസ് ചെയ്യും. അവിടുത്തെ അടുക്കള അങ്ങനെ തന്നെ, പോകുന്ന വീട്ടിലെ അങ്ങനെ തന്നെ. എന്നാലും ഇതാണ് എന്നെ പലതും പഠിപ്പിച്ച ഒരു അടുക്കള എന്ന് പറയുന്നത്. ഞാൻ പല കുക്കിങ്ങും തന്നെത്താനെ ചെയ്ത് പഠിച്ചത് ഇവിടെ നിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫ്ലോപ്പായിട്ടുണ്ടെങ്കിലും സക്സസ് ആയിട്ടുണ്ടെങ്കിലും എല്ലാം വെച്ചതും ഒക്കെ ഈ ഒരു അടുക്കളയിലായിരുന്നു. അപ്പോൾ ഈ ഒരു അടുക്കളയും വീടും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ
ദാ അമ്മ എത്തിയിട്ടുണ്ട്. 8:30 ആയപ്പോഴത്തേനും അമ്മ എത്തി വീട്ടിൽ. അങ്ങനെ നീലൂട്ടൻ എഴുന്നേറ്റിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോഴത്തേനും അമ്മാമ്മ വരുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേനും ഓടി ഇറങ്ങി പോയി അമ്മാമ്മയുടെ കവറിൽ എന്താണ് ഇരിക്കുന്നതെന്ന് തപ്പാനായിട്ട്. അപ്പം അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ എടുത്ത് വയ്ക്കുക കേട്ടോ. സുശീലാമ്മ 2-3 തേങ്ങ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു. പിന്നെ തലയിൽ തേക്കാനുള്ള ഞങ്ങൾക്കുള്ള എണ്ണ കൊണ്ടുവന്നു, കാച്ചിയ എണ്ണ. പിന്നെന്താണ്, കുറച്ച് ചാമ്പയ്ക്കയും പേരയ്ക്കയും എൻ്റെ വീട്ടിൽ ഞാൻ നട്ട ചാമ്പയിൽ ഉണ്ടായ ചാമ്പയ്ക്കയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ കാര്യങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ സുന്ദരിക്കുട്ടി വന്നു കേട്ടോ. രാവിലെ നമ്മുടെ അടുക്കളയിൽ കയറി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ അടുക്കള വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇവളെ ആയിരിക്കും കേട്ടോ, നമ്മുടെ സുന്ദരി പെണ്ണിനെ ആയിരിക്കും. അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യമാണ് ഇവൾ ഈ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോവാം കേട്ടോ. അവളെ എന്നും വന്നിട്ട് ഇപ്പം സ്ഥിരം നമ്മുടെ വീട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. ഒന്നേ അടുക്കള ഭാഗത്ത്, സ്റ്റെപ്പയിൽ, അല്ലെങ്കിൽ മുറ്റത്ത്, അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ശരിക്കും മിസ് ചെയ്യും ഞാൻ അവളെ. പിന്നെ മീനൊക്കെ പുരട്ടി വെച്ചു. ചേട്ടായി രാവിലെ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അമ്മ വന്നതുകൊണ്ട് വറക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറും മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്, അത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ പൂച്ചപ്പെണ്ണിനെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഞാൻ ഇന്ന് അവളെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ദൈവമേ ഇനി ഒരിക്കലും ഇവളെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഇവളെ കുഞ്ഞിനെയും കാണാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലൊന്ന് എന്താ പറയുക, എന്നേക്കുമായിട്ട് ഞങ്ങൾ പിരിയുവാണല്ലോ എന്നാലോചിച്ചപ്പോൾ ഒരു വിഷമം പോലെ. പിന്നെ നമുക്ക് സാഹചര്യം അങ്ങനെയാണ്, പിരിഞ്ഞേ പറ്റൂ. അപ്പോൾ ഓക്കെ, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, സാരമില്ല. അവരിവിടെ നിന്നല്ലെങ്കിൽ വേറെ എവിടെ നിന്നേലും അവർക്ക് കഴിക്കാനായിട്ടുള്ളത് കിട്ടും. അതാലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയതൊന്നും അല്ലല്ലോ. അങ്ങനെ നീലൂട്ടനെ രാവിലെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ ആ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് കുറേ അധികം നാളായതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കണം, പല കാര്യങ്ങളും വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലോട്ട് വരത്തില്ല. അപ്പം അതൊക്കെ വിട്ടുപോയി. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നീലൂട്ടനെ പോയി വിളിച്ചിട്ട് വന്നിട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. നീലൂട്ടൻ കാർട്ടൂൺ കണ്ടുകൊണ്ട് കിടക്കുക. അംഗൻവാടി പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കും കേട്ടോ. അത്രയും നേരം സമയം പറയും. ഇപ്പോൾ 3:30-ക്കാണ് കാണുന്നതെങ്കിൽ 3:30, 4:30 വരെ അല്ലെ 5 മണി വരെയെന്ന് ഞാൻ പറയും, എന്നിട്ട് കൊടുക്കും. അപ്പോൾ അവനത് സമ്മതിക്കുകയും ചെയ്യും. 5 മണിയായിട്ടുണ്ടേ അമ്മ പോകാനായിട്ട് ഇറങ്ങി. ഇനി അമ്മയെ കൊണ്ടുവന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.